ഞാൻ ഇന്ന് നിൽക്കുന്ന വീട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്, ബാക്കി വീട്ടിലൊന്നും കിട്ടാത്ത ഒരു പ്രത്യേകത. നിങ്ങളെല്ലാവരും ഒരു കാര്യം പറയും, എപ്പോഴും പറയണതാണ്, എല്ലാ വീട്ടിലും ഒരു ഇഷ്യൂ നിങ്ങൾ പറയും, എന്തോന്ന് വെള്ളത്തിന് ക്ഷാമമാണ്, വെള്ളം കിട്ടില്ല. ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രശ്നമേ വരില്ല. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഇത് വരണത്, ഓഫീസും കാര്യങ്ങളും അവിടെയാണ് വരണത്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ വീട്ടിലും വെള്ളം അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു സീനുമില്ല. എല്ലാ വീട്ടിലും നിങ്ങൾ ബാക്കിയുള്ള വീട്ടിലൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും വെള്ളത്തിൻ്റെ കേസ് പറയും, ആ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല. അപ്പോൾ സ്ഥലം വരണം, നമ്മുടെ ഈ ഒരു വീട് വരുന്നത് പേയാടിലാണ്. ഇവിടെ ഈ ഒരു വീട് മാത്രമല്ല, ഇവിടെ വേറെ 2 വീട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ നോക്കാം. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെയാലും ആഡ് ചെയ്യാനുള്ള അതെല്ലാം ആഡ് ചെയ്ത് നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ഈ ഒരു ഇത് കണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം. അത് അല്ലെങ്കിൽ അങ്ങനെ റെഡി ടു മൂവിനാണെങ്കിൽ ഈ വീട് നോക്കാം, അല്ലെങ്കിൽ മറ്റേത് നോക്കാം. അത് 4 സെൻറ്റാണ്. അത് കാണിച്ചോട്. അത് കൺസ്ട്രക്ഷൻ ഇപ്പം നടക്കണ ഇതേ 4 സെൻറ്റാണ്. ഇത് 4.5 സെൻറ്റിൽ വരുന്ന വീടാണ്. 4.5 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റുള്ള കീടില കൺസ്ട്രക്ഷനോടെ ചെയ്ത പുതുപുത്തൻ വീട്. കണ്ട, ഫുള്ള് ബൗണ്ടറി വാള് ബാക്കി എല്ലാം അടിച്ചിട്ടുണ്ട്. കണ്ട, ഇവിടെ നല്ല കെട്ടി വാളെല്ലാം അടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് നിങ്ങളെ ഈ ഇൻറ്റീരിയർ. കണ്ട, നമ്മുടെ എക്സ്റ്റീരിയർ കണ്ട, ഇൻ്റർലോക്ക് എല്ലാം ഇട്ടിട്ടുണ്ട് എക്സ്റ്റീരിയറിൽ. ഇതാണ് കവേർഡ് കാർ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു വലിയ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് കാർ ഉണ്ടെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ELC ഇവിടെ അത് വരുന്നത്. കണ്ട, ഇത് വേറൊരു കാര്യമുണ്ട്, 3 ഫേസ് ആണ് ഇലക്ട്രിസിറ്റി. 3 ഫേസ് ആണ്, അത് മറക്കല്ല. 3 ഫേസിൻ്റെ ഇലക്ട്രിസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഒക്കെ പക്കയാണ്. സ്വിച്ച് ആങ്കറിൻ്റെ ആണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡയറക്റ്റ് നിങ്ങളുടെ കാറൊക്കെ ഇവിടെ ചാർജിങ് ചെയ്യാൻ. കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സോളാറൊക്കെ വെക്കണമെങ്കിൽ മുകളിൽ ഒരു സോളാറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ നൈസ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ചാർജ് ചെയ്യാം. കണ്ട, പ്ലാവിലാണ് ഡോർ വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ കണ്ട. ഇവിടെ നിങ്ങൾ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ചെറിയൊരു പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്താൽ വീട് അടിപൊളിയായിരിക്കും. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇൻവെർട്ടറൊക്കെ ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഇൻവെർട്ടർ വയ്ക്കുകയാണ്. ELC വീട് അത് ഹാവൽസ് ആണ്. കണ്ട, ഹാവൽസിൻ്റെ ഫുൾ സെറ്റപ്പാണ് ഇതിൽ. കണ്ട, കാണിച്ചു ഹാവൽസിൻ്റെ ആണ്. കണ്ട, എല്ലാം പക്ക പുതിയ സാധനമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഒരു വാഷ് ബേസിൻ. ഇവിടെ തന്നെ ഗ്ലാസിൻ്റെ സെറ്റപ്പും എല്ലാ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. കണ്ട, വലിയ ഡൈനിങ് ഏരിയ. ഇവിടെ ലിവിങ് സ്പേസ്, ഇവിടെ ഡൈനിങ് ഏരിയ. ഇവിടെ നേരെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു വീട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുണ്ട്. ഒരു ബെഡ്റൂമിൽ പോലും കബോർഡ് വർക്ക് ഇല്ലാത്ത ഒറ്റ ബെഡ്റൂമില്ല. ഞാൻ കാണിച്ചത് എല്ലാ ബെഡ്റൂമിലും കബോർഡ് ഉണ്ട്. കണ്ട, ഫുള്ള് കബോർഡ് വർക്ക്. എല്ലായിടത്തും ഉണ്ട് കബോർഡ് വർക്ക് കൊണ്ട്. മൊത്തം 3 ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പെരിവെയറിൻ്റെയാണ്. ടോയ്ലറ്റിൻ്റെ പെരിവെയർ, വാഷ് ബേസിനും പെരിവെയർ. പിന്നെ ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്കാ പുതിയ. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് മുകളിൽ കയറിയിട്ട് വരാം. ഇലക്ട്രിസിറ്റിയാണ് മെയിൻ. 3 ഫേസിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പക്കയാണ്. ഇവിടെ അടുത്തുള്ള ഇത് നമ്മൾ പക്ക റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. അവിടെ 2 വീടും വരുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള വീടൊക്കെ ആൾറെഡി താമസം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ, അതെല്ലാം താമസമായതാണ്. ഇവിടെ എല്ലാം ലൈറ്റിങ്ങിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ലൈറ്റിങ്. ഇതാണ് നമ്മുടെ മുകളിലത്തെ ഹാളിൻ്റെ സ്പേസ്. ഇവിടെ 2 ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം. പിന്നെ അതേപോലെ അവിടെ ഒരു ബെഡ്റൂം. ഇതിലൊരു കാര്യമുണ്ട്, ഈ 2 നിങ്ങൾക്ക് ഹാളിലൊന്നും മുകളിലത്തെ നിലയിലെന്നേ ഹാളിലൊന്നും ഇവിടെ നിന്ന് 2 ഇടത്തുനിന്നും ബാൽക്കണി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാൽക്കണി കയറാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാൽക്കണി കയറാം. ഇപ്പം നിൽക്കണില്ലേ, ഇവിടെ നിന്ന് ബാൽക്കണി കയറാം. അതിങ്ങനെ 2 ഏരിയയിലൊന്നും ബാൽക്കണി കയറാം. ഇതാണ് നമ്മളെ ബാൽക്കണിയിലെന്നുള്ള വ്യൂ. കണ്ട, മറ്റേ 2 വീട് വരുന്നുണ്ടോ? ഈ വീടുകളൊക്കെ ഇതൊക്കെ താമസം ഇവിടെ ആളുണ്ട്. അവിടെ 2 വീട് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ മെയിൻ റോഡാണ്, ബസ് റൂട്ടാണ്. ബസ് റൂട്ടിന് അടുത്തൊക്കെ വീട് നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക വീട് തന്നെ. കണ്ട, മെയിൻ റോഡ്, ബസ് റൂട്ട്. മെയിൻ റോഡിനടുത്ത് വരുന്ന വീട്ടിലെ വീട്. ബസ് റൂട്ടൊക്കെ സെറ്റാണെന്ന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. എൻ്റെ അടുത്ത് എപ്പോഴും പറയും, അടുത്ത് വീട്ടിൽ ബസ് റൂട്ടുണ്ടോ?
മിക്ക ചില വീട്ടിലൊക്കെ ബസ് റൂട്ട് കാണൂല, കുറച്ചുകൂടെ അങ്ങ് 500-600 മീറ്റർ പോകണം. ഇതൊന്നുമില്ല, നടന്നു പോയാൽ ബസ് റൂട്ട് എത്തി. ഇത് അവിടെ ബസ് കയറും, അങ്ങനെ കയറി ഇങ്ങ് പോവാം. വട്ടിയൂർക്കാവ് എവിടെ വേണമെങ്കിൽ പോവാം, പിന്നെ നെടുമങ്ങാടും പോവാം. ഇത് നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ പേയാടിയിൽ നിന്ന് മറ്റേ നമ്മുടെ കാർമൽ സ്കൂളുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ വരും കാർമൽ സ്കൂള്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ സമയം വരും, അത്രേ വരും. അപ്പോൾ എക്സാക്ട് ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഓണർ തന്നെ വിളിച്ച് ചോദിക്കാമേ. ഇത് ഡയറക്റ്റ് ഓണർ സൈഡാണ്, കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഓണർ തന്നെ വിളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചെങ്കിൽ ഡീൽ ആയിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മോളൊന്ന് പോയി കാണാം. മോള് കണ്ടിട്ട് വരാം. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മോളിൽ കയറാൻ പറ്റില്ല. എന്താ ഇവിടെ ഒരു വലിയൊരു ടാങ്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന് ഒരു സീനുമില്ല. തൊട്ടപ്പുറത്താണ് വാട്ടർ അതോറിറ്റി. എനിക്ക് ഇവിടെ ഒന്ന് കാണിക്കാൻ പറ്റില്ല. വാട്ടർ അതോറിറ്റി ഇതിൻ്റെ ബാക്കിലാണ് വരണം. എനിക്ക് ഇവിടെ മരങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അങ്ങോട്ട് അടുത്ത് തന്നെ വാട്ടർ അതോറിറ്റി. അതുകൊണ്ട് വെള്ളം ഇവിടെ സർവ്വ സുലഭം. വെള്ളത്തിന് ഒരു ഇഷ്യൂ ഇല്ല. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാ വീട്ടിലും ഇവിടെ വരണത് ഈ വാട്ടർ കണക്ഷനാണ്. അതും നമ്മുടെ വാട്ടർ അതോറിറ്റി അടുത്താണ്. ഇതാകണ്ട വീട് ഉണ്ട്, അതാണ് ആ 2 വീട്. നിങ്ങൾക്ക് ഇതിപ്പം റെഡി ടു മൂവിനാണെങ്കിൽ ഈ വീട് നോക്കാം. അതല്ല നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കണ്ട് അല്ലാതെ ചെയ്യണമെങ്കിൽ ഇതാ ആ 2 വീട് കണ്ട ഇതേപോലത്തെ രീതിയിലാണ് ആ വീടും വരണത്. പക്ഷെ അത് 4 സെൻറ്റ് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇത് 4 സെൻറ്റ്, മറ്റേ 4 സെൻറ്റ് ആയിരിക്കും. പക്ഷേ ഇതേപോലെ ആയിരിക്കും കൺസ്ട്രക്ഷൻ. പക്ഷേ നിങ്ങൾക്കത് കണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കണമെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ ഇത് നോക്കാം, നിങ്ങളെ ഇഷ്ടം. അത് കാണാം മെയിൻ ബസ് റൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബസ് റൂട്ട് കണ്ട നേരെ വണ്ടി എല്ലാം ഇവിടെ തന്നെ ബസ്സും എല്ലാം പോകും. അതുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. ഈ ഒരു 2 വീടും കൂടെ വന്നാൽ സൂപ്പർ കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു കിടിലൻ വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഈ വീട് ഇങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ തന്നെ അതാ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഡയറക്റ്റ് ഓണർ തന്നെ സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങ് സംസാരിച്ച് ഡീലാക്കിയാൽ മതി. ഈ നമ്പറാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ തന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഈ വീട് എടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല. ഞാൻ പറഞ്ഞില്ലേ വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് വരുന്ന വീടാണ്. അതുകൊണ്ട് വെള്ളത്തിന് ഒരു സീനുമില്ല. അപ്പം വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും നിങ്ങൾ ഈ ഒരു വീട്ടിൽ പറയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ നമ്പറിൽ ഓണർ തന്നെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പുതിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും.